ഹായ് ഹലോ. പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ടല്ലേ? സോ റിസൾട്ട് എല്ലാവരും ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. നല്ല റിസൾട്ട്, പ്രതീക്ഷിച്ച റിസൾട്ടിലേക്ക് എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. അതുപോലെ തന്നെ എഫേർട്ട് ഇട്ടതിനുള്ള റിസൾട്ട് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ട്. സോ ഒരു മിക്സ്ഡ് മയത്തിലാണ് നിൽക്കുന്നത് അല്ലേ? ഇനി എന്താണ് അപ്പം അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ പ്രോപ്പറായിട്ട് കാര്യങ്ങളെ നീക്കാം എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ആണ് ഇത്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടിരിക്കുക, പിന്നെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒക്കെ മറക്കരുത്. അപ്പോൾ കുറേ നാളത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം, അതായത് നമ്മൾ 10 വരെ പഠിച്ചിട്ടുള്ളൊരു രീതിയല്ല അല്ലെ, 10ൽ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു മാർക്ക് റേഞ്ചേ അല്ല നിങ്ങൾക്ക് പ്ലസ് വണ്ണിൽ കിട്ടിയിട്ടുണ്ടാകുക. അല്ലെങ്കിൽ 10 വരെ നിങ്ങൾ ചെയ്തിട്ടുള്ള ഒരു പഠന രീതി ആയിരിക്കില്ല നിങ്ങൾ പ്ലസ് വൺ ആൻഡ് പ്ലസ് ടുവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ സിസ്റ്റം കുറച്ചുകൂടെ ഒരു അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറേ വിദ്യാർത്ഥികൾക്ക് നല്ല മാർക്ക് ലഭിച്ചിട്ടുണ്ട്. സോ എല്ലാവർക്കും, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ വിദ്യാർത്ഥികൾക്കും കൺഗ്രാജുലേഷൻസ്. നമ്മളൊരു എക്സാം എഴുതുക, അതിന് മാർക്ക് കിട്ടുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ മാത്രം ഒരു കടമയാണ്. നമ്മൾ ചെയ്യേണ്ട എഫേർട്ട് ഇടുക. പിന്നെ പേപ്പർ വാല്യുവേഷനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും നമ്മൾ പഠിച്ച സാധനങ്ങൾ അതേപടി ചോദിച്ചാലാണല്ലോ, അല്ലെങ്കിൽ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണല്ലോ നമുക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് മാർക്ക് കുറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികളൊന്നും വിഷമിക്കേണ്ട. കാരണം എന്താ, നിങ്ങൾക്കിനി ഒരു ചാൻസ് കൂടിയുണ്ട്. അപ്പോൾ ആ ചാൻസ് ബുദ്ധിപൂർവ്വം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. ഞാൻ പേഴ്സണലി എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ഇതുപോലെ തന്നെ പ്ലസ് വണ്ണിൽ ഞാൻ മലയാളം മീഡിയത്തിൽ നിന്നും ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് വന്നതാണ്. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്തായാലും അറിയായിരിക്കുമല്ലോ, നോർമലി ഒത്തിരി വിദ്യാർത്ഥികൾ കാണുന്നുണ്ടായിരിക്കാം. അപ്പോൾ എനിക്ക് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കാരണം അത്രയും നാൾ നമ്മൾ മലയാളത്തിൽ ഫോളോ ചെയ്തിട്ട് വന്നിട്ട് ഒരു സിസ്റ്റം പിന്നെ ഇംഗ്ലീഷിലേക്ക് കയറുമ്പോൾ അങ്ങോട്ട് സിങ്ക് ആവുന്നില്ലായിരുന്നു. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റിൽ ഇതുപോലെ തന്നെ എനിക്ക് പ്ലസ് വൺ മാർക്ക് വന്നപ്പോൾ ബയോളജിക്കൊക്കെ ഏകദേശം ഒരു 80ൽ 50 റേഞ്ച്. അതുപോലെ മാത്സിന് മാർക്ക് കുറവായിരുന്നു. ആൻഡ് ബാക്കി ഫിസിക്സും കെമിസ്ട്രി ഒക്കെ കുഴപ്പമില്ലാണ്ട് മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ബയോളജി എന്ന് പറയുമ്പോൾ അറിയാലോ, 10-20 ചാപ്റ്ററോളം നമ്മൾ പഠിച്ചിട്ട് പോകുന്നതാണ്. ഇതൊന്നും ആകെ ഒരു 10 ചാപ്റ്റർ പോലും പഠിച്ചിട്ടുണ്ടാകുന്നില്ല. സോ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തു. ഞാൻ വളരെ സക്സസ്ഫുള്ളി മാത്സിന് A+ കിട്ടി. അതുപോലെ തന്നെ ബയോളജിക്കും എനിക്ക് ഒരു 74 ആ ഒരു റേഞ്ചിൽ കിട്ടി. അത് ഏകദേശം വർഷം ഓർക്കണം, അതായത് ഒരു 2014 ആ ഒരു റേഞ്ചിലാണ്. ഓക്കെ, അപ്പം വെച്ചാൽ അത്രമാത്രം ടഫായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു സമയമായിരുന്നു അത്. പിന്നെ നമ്മുടെ ഒരു അവസ്ഥ വെച്ചിട്ടും നമ്മുടെ ഒരു ലെവൽ വെച്ചിട്ടും അന്ന് എനിക്ക് മേടിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു മാക്സിമം മാർക്ക് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റിലൂടെ മേടിക്കാൻ കഴിഞ്ഞു. സോ അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. മാർക്ക് കുറഞ്ഞതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടായിരിക്കാം, പക്ഷേ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്യുവലായിട്ട് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റിനെ എടുക്കണം. നമ്മുടെ കുറഞ്ഞ മാർക്കുകൾ, ഇപ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് 3 സബ്ജക്റ്റിന് A+ കിട്ടിയിട്ടുണ്ടായിരിക്കാം, 3 സബ്ജക്റ്റിന് A ഗ്രേഡോ B ഗ്രേഡോ കിട്ടിയിട്ടുണ്ടായിരിക്കും. അതെല്ലാം A+ലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ മാർക്ക് കുറഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഹയർ മാർക്കിലേക്ക് എത്താൻ വേണ്ടി മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എല്ലാ സബ്ജക്റ്റിനും ഡബിൾ പാസ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഡബിൾ പാസ് ആകാത്ത മക്കളുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ആ സബ്ജക്റ്റുകൾ ഡബിൾ പാസ് എഴുതിയെടുക്കുക. അതായത് ഇമ്പ്രൂവ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ഡബിൾ പാസ് നേടിയെടുക്കാൻ വേണ്ടി കഴിയും. പക്ഷേ എഫേർട്ട് ഇടണം, നിങ്ങൾ നല്ല രീതിയിൽ എഫേർട്ട് ഇടണം. ഇപ്പോഴുണ്ടല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതായത് നമ്മൾ പ്ലസ് വണ്ണിൽ നമ്മൾ വന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ള പഠിത്തമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഭയങ്കര ഉഴപ്പായി. പിന്നെ ഒരു മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഒത്തിരി വിദ്യാർത്ഥികൾ ഞാനും ഓൾറെഡി കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. സോ നമുക്ക് മനസ്സിലാവും അല്ല, അവസാന നിമിഷമാണ് ഈ ഒരു ചൂട് കയറുന്നത്. സോ ആ ഒരു ടൈം കൊണ്ട് പഠിച്ചിട്ടാണ് നിങ്ങൾക്ക് പലർക്കും ഇത്രയും മാർക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇനിയുള്ള ഒരു സമയം നിങ്ങൾ ഇച്ചിരിയും കൂടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഓൾറെഡി പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറിയ ചെറിയ രീതിയിലെങ്കിലും നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവും. സോ ഇച്ചിരിയും കൂടെ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ, കുറച്ചുകൂടി എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ മാർക്കിനെക്കാട്ടിലും കൂടുതൽ കിട്ടാം. അപ്പോൾ ഒത്തിരി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, എത്ര സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? മക്കളെ, 3 സബ്ജക്റ്റാണ് നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി കഴിയുന്നത്. അതായത് നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞിട്ടുള്ള 3 സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഫുൾ മാർക്കിലേക്കൊക്കെ എത്താൻ വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും. സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് എത്ര അധികം മാർക്ക് മേടിക്കാൻ കഴിയുമോ അത് നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിലൂടെ നേടിയെടുക്കുക. അറിയാലോ, പ്ലസ് ടു കഴിയുമ്പോൾ പ്ലസ് വണ്ണിലെയും പ്ലസ് ടുവിലെയും മാർക്ക് കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഓവറോൾ ഒരു 1200 നിങ്ങൾക്ക് മാർക്ക് വരുന്നത്. 1200 നിങ്ങളുടെ ടോട്ടൽ മാർക്ക് വരുന്നത്. സോ ഈ മാർക്ക് നിങ്ങളുടെ ഹയർ എഡ്യൂക്കേഷന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പെർസെൻറ്റേജും അഡ്മിഷൻ കിട്ടാനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇനി എത്രയും കൂടെ എഫേർട്ട് ഇട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയുന്നു അത്രമാത്രം എഫേർട്ട് ഇട്ട് നിങ്ങൾ ആ മാർക്ക് സ്കോർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ചെയ്യണം. നിങ്ങൾക്ക് റിസൾട്ട് വന്നിട്ടുള്ള ആ ഒരു എക്സാം ഇല്ലേ, അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. അതായത് നിരവധി ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയറിൽ നിന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇപ്പം ഈവൻ സയൻസിൻ്റെ സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കെമിസ്ട്രിയിലൊക്കെ എനിക്ക് തോന്നുന്നു ഒരു എബോ 40 മാർക്കിന് എബോ ഒരു 45 അറൗണ്ട് ഒരു 45 മാർക്കൊക്കെ തന്നെ
പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം ഫോക്കസ് ചെയ്ത് പഠിച്ചിട്ട് പോയാൽ നമുക്ക് കിട്ടും. സോ എല്ലാ പേപ്പറിനും ഇങ്ങനെയാണ്. ഒരു ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തിട്ടുണ്ടാകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇമ്പ്രൂവ്മെന്റിന് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടാത്ത വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഡബിൾ പാസ് കിട്ടാത്ത വിദ്യാർത്ഥികളൊക്കെ ആണെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി നിങ്ങൾ കൊടുക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനാണ്. അപ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ എടുത്ത് അത് വെച്ചിട്ട് പഠിച്ചു നോക്കുക. അപ്പോൾ ആ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുക, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്. ഇതിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി കഴിയും. ഇനി ഓരോ ചാപ്റ്ററിൽ നിങ്ങൾ എത്ര എക്സ്ട്രാ എഫേർട്ട് ഇടുന്നോ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി ഫുൾ മാർക്ക് കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന മക്കളാണെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒബ്വിയസ്ലി വർക്കൗട്ട് ചെയ്യണം. അത് കൂടാണ്ട് ടെക്സ്റ്റ് ബുക്കുകൾ, നോട്ട്സ് നല്ല വൃത്തിക്ക് പഠിക്കുക. അഡീഷണൽ ക്വസ്റ്റ്യൻസ് എത്രമാത്രം ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാവോ അത്രമാത്രം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആ ഒരു ലെവലിലേക്ക് എത്താൻ വേണ്ടി കഴിയും. നമ്മൾ ഇടുന്ന എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടിനാണ് നിങ്ങൾക്ക് എ പ്ലസ് കിട്ടുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് എന്താ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനാണ്. നിങ്ങളുടെ കയ്യിലുള്ള നോട്ട്സ് ബുക്ക് വെച്ച് തന്നെ പഠിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ക്ലാസ്സുകൾ യൂട്യൂബ്സിൽ അവൈലബിൾ ആണ്, നോട്ട്സുകൾ നിങ്ങൾക്ക് കിട്ടും. സോ നല്ല രീതിയിൽ നിങ്ങൾ ആ സബ്ജക്റ്റിനെ കൂടുതൽ ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കും. ഇപ്പോൾ 3 സബ്ജക്റ്റ് എഴുതിയാൽ മതി. ഇമ്പ്രൂവ്മെന്റ് ആണെങ്കിൽ 3 സബ്ജക്റ്റ് ആയിരിക്കുമല്ലോ എഴുതാൻ കഴിയുന്നത്. സോ ആ ഒരു 3 സബ്ജക്റ്റിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇടുക. നിങ്ങൾക്ക് ഒരു എക്സാം വരുന്നതിന്റെ ഒഫീഷ്യൽ ഡേറ്റ് പറഞ്ഞിട്ടില്ല, എന്നാൽ ഒരു സെപ്റ്റംബർ എൻഡ് മുതൽ ഒരു ഒക്ടോബർ സെപ്റ്റംബർ എൻഡ് മുതൽ ഒരു ഒക്ടോബർ ഫസ്റ്റ് വീക്ക് വരെയാണ് നിങ്ങൾക്ക് എക്സാം ടൈം ഇപ്പം നിലവിൽ ഉണ്ടാവുക. സോ ആ ഒരു പീരീഡ് എന്ന് പറയുമ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു 1 മന്ത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും അല്ലേ. അതായത് ഓണം അവധി വരുന്നുണ്ട്, പിന്നെ ഈ പറഞ്ഞ ജൂലൈ, ഇപ്പം ഇന്ന് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ന് മുതലുള്ള ദിവസം അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഓണം എക്സാം ഇതിൻ്റെ സൈഡിൽ കൂടെ വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ രണ്ടും പാരലായിട്ട് കൊണ്ടുപോകുക. കൂടുതൽ ഇമ്പോർട്ടൻസ് ഇതിന് കൊടുക്കുക, ഇമ്പ്രൂവ്മെന്റിന് തന്നെ കൊടുക്കുക. കാരണം ഇമ്പ്രൂവ്മെന്റിലൂടെ നമുക്ക് ഹയർ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ടോട്ടൽ മാർക്കിനെയൊക്കെ നല്ല രീതിയിൽ അഫക്റ്റ് ചെയ്യും, പെർസെൻറ്റേജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് വർക്കൗട്ട് ചെയ്യുക. നമുക്കിപ്പോൾ റിസൾട്ട് വന്നു, ഇനി ആ റിസൾട്ടിനെ പറ്റി ചിന്തിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കാതെ നമുക്കിനി വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ളൊരു സാധനം നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളൊരു മോട്ടിവേഷനിൽ നിങ്ങൾ പോയിരുന്ന് പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. കാരണം ഇത് എൻ്റെ സെൽഫ് എക്സ്പീരിയൻസിൽ ഞാൻ പറഞ്ഞു. കാരണം എനിക്ക് ഇതുപോലെ തന്നെ ഇമ്പ്രൂവ്മെൻറ്റിലൂടെ ഞാൻ നല്ല മാർക്ക് സ്കോർ ചെയ്തതാണ്. അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടണം. അത് ഇപ്പോൾ മാർക്ക് കുറഞ്ഞ ഒരു വിഷമം എല്ലാം കൂടെ ഈ പറഞ്ഞ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഫുൾ എഫേർട്ട് ഇട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ നമുക്ക് എന്താ കിട്ടും, അതിനുള്ള മാർക്ക് കൃത്യമായിട്ട് കിട്ടും. ഇനി എന്തെങ്കിലുമൊക്കെ ടിപ്സോ സബ്ജക്ട് ബേസ്ഡ് ആയിട്ടുള്ള ടിപ്സുകളോ കാര്യങ്ങളോ ഒക്കെ വേണമെങ്കിൽ നമ്മൾ ഈ വീഡിയോയുടെ താഴെ വന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻസുകൾ ഞാൻ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കളിച്ചു നിന്നതുപോലെ ഇനി ടൈം കളയരുത്. +2 നിങ്ങൾ ഒത്തിരി വർക്ക് ചെയ്യാനുള്ളതാണ്. അതുപോലെ തന്നെ +1 ഇമ്പ്രൂവ്മെന്റ് എക്സാം ആണ്. ഇമ്പ്രൂവ്മെന്റ് നിങ്ങൾ രണ്ടാമത് എഴുതുന്ന എക്സാം ആണെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ഒരു ബോധത്തോടു കൂടി നിങ്ങൾ ചെയ്യുക. ടൈം അനാവശ്യമായിട്ട് വേസ്റ്റ് ആക്കാണ്ടിരിക്കുക. നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങളുടെ സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ സൈഡിൽ കൂടെ കൊണ്ടുപോകുക. അതിനോടൊപ്പം തന്നെ കൂടുതൽ സമയം പഠിത്തത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. നമ്മൾ ആ എഫേർട്ട് ഇട്ടില്ലെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് എക്സാമിലും ഇതേ രീതിയിലുള്ളൊരു വിഷമത്തിലേക്കോ പരാജയത്തിലേക്കോ നമ്മളെത്തും. ഡബിൾ പാസ് കിട്ടാത്ത വിദ്യാർത്ഥികൾ കൂടുതൽ എഫേർട്ട് ഇടുക. ഡബിൾ പാസ് നിങ്ങൾക്ക് മസ്റ്റാണ്. കാരണം +2 എക്സാം എന്ന് പറയുന്നത് ഡബിൾ പാസ് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആശ്വാസമാണ്. +2 കൂടെ മാർക്ക് ഓൾറെഡി നിങ്ങൾ +2 മാർക്ക് കിട്ടുന്നതിന് മുമ്പ് പാസ്സായെന്നുള്ളൊരു സംഭവം എത്തും. അത് നിങ്ങൾ എക്സാം എഴുതിയില്ലെങ്കിൽ പോലും നിങ്ങൾ പാസ്സാവും. സോ ഡബിൾ പാസ് വളരെ നിർബന്ധമാണ് +1 പരീക്ഷയിൽ. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി എഫേർട്ടുകൾ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഹെൽപ്പിനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. സോ ഹാപ്പി ആയിട്ടിരിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഓക്കെ, ബൈ.